നമസ്കാരം സാറേ, എൻ്റെ പേര് പ്രകാശ് അരസു എന്നാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഇലക്ട്രോസോണിക്സ്. ഞങ്ങൾക്ക് ബ്ലൂ മൂൺ ഇൻറ്റീരിയോ എന്നും പറഞ്ഞൊരു ഡിവിഷനുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൻ്റെ ഒരു ഡീലർഷിപ്പ് ഉണ്ട്, ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി. അതല്ല, നമ്മൾ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷണർ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്ലൂ മൂൺ എന്നും പറഞ്ഞ് നമുക്കൊരു ഹോം അപ്ലയൻസസ് കട 1971 മുതൽ ഉണ്ടായിരുന്നു. അപ്ലയൻസസ് ഷോപ്പ് ഇപ്പോൾ ഇല്ല. നമുക്കിപ്പോൾ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷണറിൻ്റെ പ്രോജക്റ്റുകളും പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെത്ത് ലിവിംഗ് എന്നും പറഞ്ഞ് ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഡീലർഷിപ്പ് ഉണ്ട്. അത് ചങ്ങനാശ്ശേരി ഉണ്ട്, അങ്കമാലി ഉണ്ട്. 2014 മുതൽ നമ്മൾ അതിനുവേണ്ടി ഷോറൂം ചങ്ങനാശ്ശേരിയിലുണ്ട്. അങ്കമാലിയിൽ 2018 മുതലുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നെപ്പറ്റി തന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ, ചെറിയ വീഡിയോ ആണ്, ഈ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു റെൻഡറിങ്ങിന് വേണ്ടിയല്ല നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡക്റ്റ് ഡിസൈന്, അതേപോലെ തന്നെ മെഷീൻ്റെ ഡീറ്റെയിൽസ്, മെഷീൻ്റെ പൊസിഷന്, ഇതുമാതിരിയുള്ളതിനെ പറ്റി ഒരു പ്രൈമറി ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ ഇത് കൺസിഡർ ചെയ്താൽ മതി. സാറിൻ്റെ പ്രോജക്റ്റിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം റെൻഡറിങ് അല്ലാത്തതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിലിങ്ങിൽ പോകത്തില്ല. പക്ഷേ HVACക്ക് ആവശ്യമുള്ള ഡീറ്റെയിലിങ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 3D ഇതായിട്ട് എടുക്കുന്നത്. പണ്ടൊക്കെ 2D ആയിരുന്നു കൊടുക്കുന്നത്. ഇപ്പം ഒത്തിരി ഇൻറ്റീരിയർ ഡീറ്റെയിലിങ് വരുമ്പോൾ നമുക്ക് 2D ഡ്രോയിങ്ങിനകത്ത് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കസ്റ്റമറിനോ അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, സീലിംഗ് ഇങ്ങനെ പല ആൾക്കാർക്കും അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു പ്രയാസം കാണും. അപ്പോൾ അത് ഒരു എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 3D ഡ്രോയിങ്ങിൽ കൊണ്ടുവരുന്നു. ഇതായിരുന്നു ലേഔട്ട് എടുക്കുന്നു. പക്ഷേ ആദ്യം പ്രൈമറി ആയിട്ടുള്ള സമയത്ത് ഇത് ഒരു 3D ഡിസൈനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. ചെറിയ വീഡിയോ ആണ്. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ പുറകിലത്തെ ബാൽക്കണി പോലത്തെ ഏരിയ. ഞാൻ 3 ബ്രാൻഡാണ് ചെയ്യുന്നത്: LG, ഡൈക്കണ്, ഹയർ. LGയുടെ VRF ആണ് നമ്മൾ ഇതിനകത്ത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മെഷീനാണ്, ഫുൾ ഇന്ത്യൻ ബ്രാൻഡ് പ്രൊഡക്ഷനാണ്. അതേപോലെ തന്നെ വോൾട്ടേജ് ഫ്ലക്ച്വേഷന്, നമ്മുടെ ഡസ്റ്റ്, ഇതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ നല്ല PCB ബോർഡ്സാണ് ഇവർ യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിൽ സാറ് VRV അല്ലെങ്കിൽ VRF എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വീഡിയോസ് കാണാവുന്ന ഇത് 2 ബ്രാൻഡാണ്, ഡൈക്കണും LGയും. അതിനകത്ത് നമ്മുടെ പാർലമെൻറ്റിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് LGയുടെ യൂണിറ്റുകളാണ്. പുതിയ പാർലമെൻറ്റിൽ ഇതാണ് VRF. ഈ VRFിൻ്റെ ടണ്ണേജ്, അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ നമ്മൾ മുന്നോട്ടുള്ള ഡിസ്കഷനിലായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ഇത് എക്സിക്യൂട്ട് ചെയ്താൽ ഈ ഒരു രീതിയിൽ ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ടണ്ണേജ് സിംഗിൾ യൂണിറ്റ് 6 ടൺ ടു 6 HP മുതൽ 20 HP വരെ ഒറ്റ യൂണിറ്റായിട്ട് വരും. പിന്നെ ഡബിള്, പിന്നെ ട്രിപ്പിള്, അങ്ങനെ യൂണിറ്റ് പോകും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഇവിടുന്ന് ഒരു ഇതുപോലെ തന്നെ ഇതിപ്പം സക്ഷൻ്റെ പൈപ്പും ഡിസ്ചാർജിൻ്റെ പൈപ്പും, അങ്ങനെ 2 പൈപ്പ് കാണും. ഇത് ഞാൻ ഒരു പൈപ്പ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഒരു ഐഡിയക്ക് വേണ്ടിയാണ്. ഇത് VRFിനകത്ത് റെഫ്നെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വൈ ജോയിൻ്റ് എന്ന് പറയും. ഇതുവഴിയാണ് റെഫ്രിജറൻറ്റ് പോകുന്നത്. റെഫ്രിജറൻറ്റ് കയറി ഒരു ലൈന് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ടും വേറൊരു ലൈന് നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ടും പോകും. ഓക്കെ, സെക്കൻഡ് ഫ്ലോറിലോട്ടും പോകും. ഇനി ഞാൻ ആ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം മേലെ ഇരുന്ന് വരുന്ന സപ്ലൈ ഇങ്ങനെ ഈ ബാത്റൂമിലൂടെ കയറിയിട്ട് ഇവിടുന്ന്, ഇതാണ് റെഫ്നെറ്റ് എന്ന് പറയുന്ന സാധനം. ഇതുവഴി നമുക്ക് ഇതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. ഇത് ബാക്കിൽ 50 സെൻറ്റിമീറ്റർ വേണം, ഫ്രണ്ടിൽ 50 സെൻറ്റിമീറ്റർ വേണം, ഓരോ റെഫ്നെറ്റ് തമ്മിൽ 1 മീറ്റർ ഗ്യാപ്പ്. ഇങ്ങനെയൊക്കെ കുറേ കാൽക്കുലേഷൻ ഉണ്ട്. പൈപ്പിങ്ങിൽ തന്നെ കുറേ കാൽക്കുലേഷൻ ഉണ്ട്. അപ്പം ഈ റെഫ്നെറ്റ് വഴി നമുക്ക് ഈ താഴത്തെ പുറത്തെ ബെഡ്റൂമിലോട്ട് ഇതുപോലെ ഒരു കൺസീൽഡ് ടൈപ്പ് ഡക്റ്റ്, ഇവിടുന്ന് ഇനിയൊരു മൗത്തും കൂടെ വരും, ഡക്റ്റിൻ്റെ മൗത്ത് വരും. അത് ഞാൻ ഇതിനകത്ത് വരച്ചിട്ടില്ല. അങ്ങനൊരു ഇതും കൂടെ അഡീഷണൽ വരും. അപ്പം ഇങ്ങനെ ഒരു സപ്ലൈ വന്നു. പിന്നെ ഈ ബ്രാഞ്ച് ഇവിടെ വന്നിട്ട് വീണ്ടും സ്പ്ലിറ്റ് ആവുകയാണ്. ഇത് സ്പ്ലിറ്റായിട്ട് ഒരെണ്ണം നേരെ നമ്മുടെ കിച്ചണ്
മറ്റേ ഡൈനിങ് ഏരിയ, അതേപോലെ തന്നെ ഈ ഈ ഈ ഫാമിലി ഏരിയ, പിന്നെ ഇങ്ങനെ മൂന്നിടത്തേക്ക്, 1, 2, 3 വരുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മെഷീൻ ഇവിടെ വരും. ഇത് 4.5 ടണ്ണിൻ്റെ മെഷീനാണ്. 4.5 ടണ്ണിൻ്റെ മെഷീനകത്ത് ഇങ്ങനെ ഡക്റ്റ് വന്നിട്ട് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഒരു ബ്രാഞ്ച് ഇതുവഴി വന്ന് കിച്ചണിലോട്ട് പോകും, വേറൊരു ബ്രാഞ്ച് ഡൈനിങ് ഏരിയയിലേക്കും ഇതിലേക്കും ഈ ഏരിയയിലേക്കും വരും. ഇതിൻ്റെ ഒരു ചെറിയ സ്ലൈഡ് ഞാൻ കാണിക്കാം. ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ കിച്ചണിനകത്ത് ഇങ്ങനെ ഒരു മൗത്ത് വരും. ഈ മൗത്തിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ മൗത്തിലോട്ട് ഇങ്ങനെ ഡക്റ്റ് വന്ന് ഡക്റ്റിൽ നിന്ന് ഇതുവഴി എയർ വന്ന് ഇങ്ങനെ സപ്ലൈ വരുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഷട്ടർ പോലത്തെ സാധനമുണ്ട്. ഇതുണ്ട്, ഇതുപോലത്തെ ഒരു ഷട്ടർ പോലത്തെ സാധനമുണ്ട്. അത് സാറിന് ഇവിടെ കാണാൻ പറ്റും. ടോപ്പ് വ്യൂ, ഗ്രൗണ്ട് ഫ്ലോർ. അത് എന്നാന്ന് പറഞ്ഞാൽ ഡാമ്പറാണ്. ആ ഡാമ്പർ ഒരു മോട്ടർ വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ ഷട്ടർ ഓണും ഓഫും ആവും. അപ്പോൾ ഇവിടെ ഇരുന്ന് ഈ യൂണിറ്റിൽ ഇരുന്ന് വരുന്ന എയർ ഈ ട്രൗസർ പീസ് വഴി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 1, 2 കോളറ് ഈ ഇവിടെ നിന്ന് ത്രോയും, ഈ കോളറ് ഈ ഫാമിലി ഏരിയയിലോട്ടുള്ള ത്രോയും, അതേപോലെ തന്നെ ഈ ഡക്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കോളറുണ്ട്. ആ കോളറ് ഡൈനിങ് ഏരിയയിലോട്ട്. അപ്പം ഡൈനിങ് ഏരിയയിലോട്ട് 3 കോളറുകൾ വഴി എയർ പുറത്തോട്ട് വരും. എന്നിട്ട് 3 കോളർ വഴി എയർ പുറത്തോട്ട് പോകും. എന്നിട്ട് ഇവിടെ ഒരു ഡാമ്പർ വെച്ചിട്ടുണ്ട്. ഈ ഡാമ്പർ ഇവിടെ വെക്കാനുള്ള അസൗകര്യമുണ്ട്. കാരണം ഇത് കോമ്പാക്റ്റ് ആകാൻ വേണ്ടി ആണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഡക്റ്റ് 70 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇത് കവർ ചെയ്ത് പോകുന്ന ഫോൾ സീലിംഗ് ഉണ്ട്. ഇങ്ങനെ ഒരു ബൾക്കറ്റ് പോലത്തെ ഫോൾ സീലിംഗ് ഉണ്ട്. ഈ ഫോൾ സീലിംഗ് തന്നെയാണ് റിട്ടേൺ എയർ എടുത്തുകൊണ്ട് പോകുന്നത്. ഈ മെഷീനിലേക്ക് വേണ്ടിയുള്ള റിട്ടേൺ എയർ ഈ സപ്ലൈയുടെ ബാക്കിയുള്ള സ്ഥലമില്ലേ, ഈ ബാക്കിയുള്ള സ്ഥലം വഴിയും അതേപോലെ തന്നെ ഇതുണ്ടോ, ഈ ബാക്കിയുള്ള സ്ഥലം, അതേപോലെ തന്നെ ഇവിടെ ഈ 2 ത്രോയെ വരത്തുള്ളൂ. രണ്ട് കോളറാണ് വരുന്നത്. ബാക്കിയുള്ളത് ഈ ഏരിയയിലൂടെ തന്നെ അത് റിട്ടേൺ എടുക്കും. ഇതാണ്, ഈ ഏരിയയിലൂടെ തന്നെ റിട്ടേൺ എയർ എടുത്ത് ആ റിട്ടേൺ എയർ ഈ മെഷീൻ്റെ ബാക്ക് സൈഡിലാണ് എയർ വലിക്കുന്നത്. ഫ്രണ്ടിൽ സപ്ലൈ ആയിരുന്നു. അപ്പോൾ ഈ ബാക്കിലോട്ട് ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ആ വാഷേരിൽ ഇവിടെ നിന്ന് തന്നെ ഡ്രെയിനേജിൻ്റെ പൈപ്പിംഗ് കാണിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ ലേഔട്ടിലോട്ട് വരുമ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും ലേഔട്ട് എടുക്കുന്നത്. അപ്പം ഇത് ഒരു പ്രൈമറി ഡിസ്കഷൻ ആയതുകൊണ്ട് ഇവിടെ ഇരുന്ന് കോപ്പർ പൈപ്പ് മെഷീനിലോട്ട് വരുന്നു. ഇവിടെ നിന്ന് തന്നെ ഡ്രെയിനേജ് ഈ വാഷ് ബേസിൻ്റെ ഡ്രെയിനിലൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇതാണ് ഈ 4.5 ടൺ TRൻ്റെ മെഷീന്. നമ്മൾ ഹീറ്റ് ലോഡ് കാൽക്കുലേഷന് എടുത്തായിരുന്നു. നോർമലി വീടുകൾക്കൊക്കെ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ എടുക്കാറില്ല. കൊമേഴ്ഷ്യൽ പ്രോജക്റ്റിന് നിർബന്ധമായിട്ട് എടുക്കാം. വീടിൻ്റെ എടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഒക്കുപ്പൻസിയുടെ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതൊരു വലിയ ഫാക്ടർ അല്ലാത്തത് കൊണ്ടാണ് വീട്ടിനകത്ത് ഒരു മിനിമം 10 പേര് കൂടുതൽ കാണത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് അത് കൂടുതൽ എടുക്കാത്തത്. പിന്നെ ഞാൻ ഈ നടുക്കിരിക്കുന്ന ആ ഹോളിന് മേള് വരെ, അതായത് 19 ഫീറ്റ് വരെ ഒറ്റ ഇതിലെടുത്തായിരുന്നു. ഒരു കാൽക്കുലേഷൻ ഉണ്ട്. 4 ടൺ ആണ് എനിക്ക് കിട്ടിയത്. അത് 4 ടണ്ണിൻ്റെ കൂട്ടത്തിൽ സപ്പോർട്ടീവായിട്ട് നമ്മൾ വേറെ 2 കാസറ്റ് AC കൂടെ വെച്ചിട്ടുണ്ട്. ഈ 2 ഏരിയയിലേക്ക് 2 കാസറ്റ് AC വെച്ചിട്ടുണ്ട്. അപ്പം ഇത് 4.5 ടണ്ണ്. ഇതിന് റിട്ടേൺ കിട്ടുന്നത് ഈ ബൾക്ക് ഹെഡിലൂടെ തന്നെ കിട്ടും. കണ്ടു, ഇങ്ങനൊരു ബൾക്ക് ഹെഡ് വരും. കാരണം ഇവിടെ ഒരു ബീം വരുന്നുണ്ട്. ഇതൊരു ബീമാണ്, അതേപോലെ ഇതൊരു ബീമാണ്, പിന്നെ ഇതൊരു ബീമാണ്. അപ്പം ഈ 3 ബീം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ മെഷീൻ ഇതിന് താഴെ ഈ ഡക്റ്റ് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കുക. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു യൂണിറ്റും കൂടെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടണ്ണേജ് കൂട്ടിയിട്ട് ഈ ഡക്റ്റ് ഇങ്ങനെ നമുക്ക് വളച്ചെടുക്കാം. അപ്പം ഇങ്ങോട്ട് സപ്ലൈ കിട്ടും.
ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടം വരെ ചെയ്തിട്ടുള്ളൂ. ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു കാരണം ഈ എൻ്റർടൈൻമെൻറ്റ് ഏരിയയിലോട്ട് ആളുകൾ നിൽക്കുമ്പോൾ ഈ മെഷീനിൽ മാത്രം നോക്കാതെ ഈ കാസറ്റിലൂടെ ഒരു എയറിൻ്റെ ഫീലിംഗ് കുറച്ചും കൂടി ബെറ്ററായിട്ട് കിട്ടാൻ, മറ്റേതെന്ന് പറയുമ്പം നമുക്ക് എല്ലാ ഇടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിന് പകരം ഇതൊരു ഡയറക്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ നമ്മളൊരു കാസറ്റ് AC കൊടുത്തത്. അപ്പം ഈ ജോയിൻ്റിൽ ഇരുന്ന് ഒരെണ്ണം 4.5 ടണ്ണിലോട്ടും ഒരെണ്ണം ഈ മുറിക്കാത്തിരിക്കുന്ന എല്ലാം 1.5 അല്ലെങ്കിൽ 2 ടണ്ണിൻ്റെ മെഷീനാണ്. ഈ കാസറ്റിലോട്ട് ഇങ്ങനെ വരും. കാണിക്കും. ഇത് കിച്ചണിനകത്തുള്ള ഗ്രില്ല്. അത് കഴിഞ്ഞാൽ ഇതൊരു ഡൈനിങ് ഏരിയയിലോട്ട് ഇവിടുന്ന് ഒരു സപ്ലൈ 2 കോളറുണ്ട്, ഇവിടുന്ന് ഒരെണ്ണമുണ്ട്. അതുവഴിയും എല്ലാം റിട്ടേൺ എടുക്കും. പിന്നെ ഇത് നേരെ ആ ഫാമിലി ലിവിങ് റൂമിൻ്റെ സൈറ്റ് കണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് ഒരു ജിപ്സം ബോർഡിൽ വരുന്ന ഫോൾ സീലിംഗ് ആണ്. ആ ഫോൾ സീലിങ്ങിനകത്തൂടെ തന്നെയാണ് ഇത് റിട്ടേൺ എടുക്കുന്നത്. പിന്നെ ഇതാണ് ഇങ്ങനെ ഇരിക്കും കാസറ്റ്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്റ്റാറ്റസ്. ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലും മേളിൽ ഇരുന്ന് വരുന്ന മെഷീൻ്റെ പൈപ്പിങ് ഇതുവഴി കയറി റഫ്നെറ്റ് വഴി ഫസ്റ്റ് 1.5 ടണ്ണ്, പിന്നെ അവിടെ നിന്ന് വീണ്ടും സ്പ്ലിറ്റായി ഇവിടെ ഒരു കാസറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു റൂമിലോട്ട് ഒരു കാസറ്റ് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ജിമ്മിലും വെച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സപ്ലൈ ഇങ്ങോട്ട് പോവും, വീണ്ടും ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ആവും, ഒരെണ്ണം നേരെ ജിമ്മിലോട്ട് പോവും, അടുത്ത ഒരെണ്ണം കാസറ്റ് ഇവിടെ നിന്ന് വരുന്നത് സ്പ്ലിറ്റായി ഒന്ന് കാസറ്റിലോട്ടും ഒന്ന് ഈ മുറിയിലെ സ്പ്ലിറ്റിലോട്ടും പോകും. അങ്ങനെ ഇതിൻ്റെ ടണ്ണേജും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡായിട്ട് സാറിന് കൊട്ടേഷനകത്ത് നെക്സ്റ്റ് വീഡിയോക്കകത്തും എല്ലാം നമുക്ക് പറയാം. ഈ VRFൻ്റെ ഡിസൈനിങ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഔട്ട്ഡോർ യൂണിറ്റ് ഇരുന്ന് മെഷീൻ വന്ന് ഔട്ട്ഡോർ യൂണിറ്റ് ഇരുന്ന് പൈപ്പ് വന്ന് ആ പൈപ്പ് മുറിയുടെ അകത്തൂടെ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഈ കാണിച്ചത്. ഇത് ആ ഫാമിലി ലിവിങ് റൂം, ഡൈനിങ്ങിൻ്റെ ബാക്ക് സൈഡിലുള്ള ഡൈനിങ് കഴിഞ്ഞ് വരുന്ന സ്ഥലം. ഓക്കെ സാറേ, താങ്ക് യു.